രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ചർച്ചകളിൽ സജീവമായി നിറഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിലെത്ര പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ആർജിക്കാൻ സാധിക്കും എന്നത് വളരെ നിർണായകമാകാൻ പോകുന്നു. മുതിർന്ന നേതാക്കളിൽ എത്ര പേർ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും? ജ്യോതികുമാർ ചാമക്കാലയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഇതാ മനോജിനെ അടക്കം ഞാൻ 2-3 തവണ വിളിച്ചായിരുന്നു. യെസ്, രമേശ് ചെന്നിത്തലയും KPCC ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് MLA-മാർ, നിയുക്ത MLA-മാർ ഏതാണ്ട് മുഴുവനുമായും എത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 63 പേർ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ എല്ലാ നിയുക്ത MLA-മാരും ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുന്നു. ഹൈക്കമാൻഡിന് ഓരോരുത്തരോടായി അഭിപ്രായങ്ങൾ ആരായും എന്നാണ് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി വനിതകൾ വിജയിച്ചു കയറിയ രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു കയറിയിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ വിജയിച്ചു കയറി, KA തുളസി വിജയിച്ചു കയറി. ഒരുപക്ഷെ വനിതാ മന്ത്രിമാർ ആരൊക്കെ? ബിന്ദു കൃഷ്ണയ്ക്കാണോ, ഷാനിമോൾ ഉസ്മാനാണോ, KA തുളസിക്കാണോ, ആർക്കാണ് വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഇടം നൽകുക? ഇതെല്ലാം ഒരുപക്ഷെ നിർണായകമാവുക മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിലാണ്. പക്ഷേ ആ ഒരു പേരുണ്ടല്ലോ, അതായത് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നത്, അതിലേക്ക് എത്തുക എന്നതാണ് പ്രധാനം. ഇപ്പോൾ ഡാനിലേക്കാണ്. ഡാനിത രമേശ് ചെന്നിത്തല അടക്കം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും വലിയ ആത്മവിശ്വാസം ആണ്. MLA-മാരുമൊക്കെയായി സംസാരിക്കുന്നു. പലരെയും താൻ വിളിച്ചിരുന്നു എന്നൊക്കെ MLA-മാരോട് തന്നെ പറയുന്നു. 3 തവണ വിളിച്ചു എന്ന് മനോജിനോടാണ് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഏതാണ്ട് MLA-മാർ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞ സാഹചര്യമാണല്ലോ അല്ലേ? ഇനി ഹൈക്കമാൻഡ് പ്രതിനിധികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളാണ് ഇവിടേക്ക് എത്തേണ്ടത്. MLA-മാരിൽ ഭൂരിഭാഗവും എത്തിക്കഴിഞ്ഞു. അജയ് മാക്കാനും അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക്കും ഉൾപ്പെടുന്ന 2 സമിതി ഇവിടേക്ക് എത്തുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം അവർ KPCC ആസ്ഥാനത്തേക്ക് എത്തും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് അവർ തയ്യാറാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.